ഒരു പ്രശ്നം നമ്മൾ കുറച്ച് നാളായിട്ട് ഇവരായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇത് വന്ന സമയം തുടങ്ങി സംസാരിച്ചപ്പോൾ ആരും മാറ്റി തരില്ല എന്ന് പറയുന്നില്ല. പക്ഷേ മാറ്റി തരാം അത് എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിടുന്നൊരു ഇതായിരുന്നു. ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാറ്റി തരില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അതാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തൊഴിലാളികൾക്ക് വയ്യാണ്ടാവുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് വയ്യാവുന്നുണ്ട്. കുറേ ആൾക്കാർ പുറത്ത് പറയുന്നില്ല, അവർ വയ്യാണ്ട് ലീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയില്ല, കാരണം വീട്ടിൽ പോയിട്ട് 2 ദിവസം ലീവ് ആകുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ അത് സംബന്ധിച്ചാണ് ഇന്ന് 2 തൊഴിലാളികൾ, കാലത്ത് ഒരാൾ ജസ്ന എന്ന് പറയുന്നൊരു കുട്ടി തലകറങ്ങി വീഴുകയും ആശുപത്രിയിലെത്തി ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഞങ്ങളുടെ കൂടെ പണി നിർത്ത ചിന്നു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവിടെ തലകറങ്ങി ആ ചേച്ചി വീണു. അപ്പോൾ ഞാനുണ്ടായി, ഞാനും നമ്മുടെ കൂടെ ഒരു രാജു എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണ് ഹോസ്പിറ്റലിലേക്ക് എടുത്തത്. അപ്പോൾ PCG എടുത്തു. പിന്നെ ഇപ്പോൾ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ സ്കാൻ ചെയ്യേണ്ടി വരും എന്ന് പറയണത്. എന്താണെന്ന് കറക്റ്റ് അറിയില്ല, ചിലപ്പോൾ ഒന്നും അറിയില്ല. തലവേദന ഇപ്പോഴും പോയിട്ടില്ല എന്ന് പറയണത്. ഈ ആവശ്യം ഞങ്ങൾ കൗൺസിലിൽ ഉന്നയിച്ചിരുന്നു. ഇവരുടെ സമയം 3 മണി വരെ ആക്കാതെ ഉച്ച വരെ ആക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോൾ അന്ന് അവിടെ സംസാരിച്ചപ്പോൾ ബഹുമാനിയായ ചെയർപേഴ്സൺ ഒരു പുച്ഛിച്ചു തള്ളുന്ന രീതിയിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലാണ് അന്ന് അവിടെ കൗൺസിൽ ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് യാതൊരു കാര്യം അതിനൊരു മറുപടി തരാതെയാണ് പോയത്. പക്ഷെ ഈ ഒരു കൊടും വേനലിൽ ഇതുപോലെ നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതി വരാത്ത ഈ വേനലിൽ ഇങ്ങനെ ഈ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് സൂപ്പർവൈസർ ഇതിനൊരു മാറ്റം തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജീവന തൊഴിലാളികൾ ഇന്ന് തലകറങ്ങി വീണ് ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് അവര് തൊഴിലെടുക്കുന്ന സമയം കാലത്ത് 7 മണിക്ക് ഇറങ്ങി ഉച്ചതിരിഞ്ഞ് 3 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയെന്നോണം ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സുപ്രഭാതം പറഞ്ഞ് ചാലക്കുടി പട്ടണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലൂടെയൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ വഴിത്താരകളെല്ലാം നമ്മുടെ പട്ടണത്തിൻ്റെ സ്ഥലങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ക്ലീൻ ആയിരിക്കണം, ക്ലീൻ ചാലക്കുടി ആയിരിക്കണം. പക്ഷേ ഇതിനൊക്കെ വേണ്ടി നിൽക്കുന്ന കുറേ തൊഴിലാളികളുണ്ട്. ഏകദേശം 51ഓളം വരുന്ന കണ്ടീജിനസ് തൊഴിലാളികൾ. അവർ ഈ പട്ടണത്തിൻ്റെ ഓരോ പ്രദേശങ്ങളിലും നമ്മൾ ഈ വലിച്ചെറിയുന്ന സാധനങ്ങളും വേസ്റ്റും സകല സാധനങ്ങളും വാരി വലിച്ച് അവർ അത് കൃത്യമായി തന്നെ ക്ലീൻ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ പട്ടണം ഇങ്ങനെ ഒരു സുന്ദരിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നു. ഒരു 9 മണി സമയത്ത് പോലും നമുക്ക് പട്ടണത്തിൽ കൂടെ പോകാൻ പറ്റാത്ത അത്രയേറെ ചൂടാണ്. ചൂടിൻ്റെ ആധിക്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളമൊക്കെ എത്ര ലിറ്റർ കുടിച്ചാലും ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. ആകെപ്പാടെ കൂടി ചുട്ടുപൊള്ളുന്ന വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സർക്കാർ ഇതിനൊക്കെ ഒരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആ മാർഗ്ഗനിർദ്ദേശം പാലിക്കാനായിട്ട് ചാലക്കുടി നഗരസഭയ്ക്ക് മാത്രം യാതൊരു സംഭവമില്ല. 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്രമ സമയമാണ്. പക്ഷേ ചാലക്കുടി നഗരസഭയിൽ അതല്ല. ചാലക്കുടി നഗരസഭയിൽ തുടർച്ചയായിട്ട് പണിയെടുപ്പിക്കുക, തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുക. അവർ ഈ സ്ത്രീകളാണ്. അവർക്ക് എത്ര സമയം ഈ ചൂടത്തൊക്കെ നിലനിൽക്കാൻ സാധിക്കും? ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആളുകളല്ലേ ചാലക്കുടി നഗരസഭയുടെ ഭരണകർത്താക്കളായിട്ട് ഇരിക്കേണ്ടത്? അവർ മാനത്ത് നിന്ന് പൊട്ടി വീണ ആൾക്കാരാണോ ഈ ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉൾപ്പെടെയുള്ള ആളുകൾ? ഞാനിത് പറയാൻ കാരണം നഗരസഭാ കൗൺസിൽ ഇതേ വിഷയം LDFൻ്റെ പാർലമെൻറ്റ് പാർട്ടി ലീഡർ ജില്ലാൻ്റണി ഈ വിഷയം ഉന്നയിച്ചതാണ്. ഈ വിഷയം ഉന്നയിച്ചതിൻ്റെ അതിന് യാതൊരു പുലു വില പോലും ഈ നഗരസഭാ ചെയർപേഴ്സൺ കാണിച്ചില്ല. കാണിച്ചെങ്കിൽ ഒരു കുഴഞ്ഞു വീഴില്ലല്ലോ. 12 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിശ്രമമാണ് 3 മണി വരെ. പക്ഷേ ചാലക്കുടി നഗരസഭയിൽ മാത്രമേ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ശീതളച്ചായുള്ള AC കാറൊക്കെ ഇപ്പോഴാണ് വന്നേ. അതുപോലെ നമുക്കും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? AC ഉള്ളിൽ ചാഞ്ഞിരുന്ന് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ചൂടും കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. ഇടയ്ക്കൊക്കെ ഒരു 12 മണി 1 മണി സമയത്ത് ഒന്ന് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ചൂട് മേത്തടിക്കും ഇങ്ങനെ പൊള്ളും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ഒരു സുഖവും സംഗതിയൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രതിപക്ഷമായിരുന്നാലും ഭരണപക്ഷമായിരുന്നാലും ആരായിരുന്നാലും ഒരു സർക്കാരിൻ്റെ ഒരു ഓർഡർ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്വഴക്കുണ്ട്. എന്തായിരുന്നാലും 2 കണ്ടീജിനസ് തൊഴിലാളികൾ, പോട്ട സ്വദേശിയായിട്ടുള്ള ചിന്നു 48 വയസ്സ്, അതുപോലെ വെള്ളാഞ്ചിറ സ്വദേശിയായ ജസ്ന 38 വയസ്സ്, 2 പേര് കുഴഞ്ഞു വീണു. അതിൽ ചിന്നു എന്ന് പറയുന്നവർ വളരെ വൈകിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോയത്. അപ്പോൾ ഇത് സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരും അതുപോലെ തന്നെ സ്ത്രീകളുമാണ് ഈ പൊരി വെയിലത്ത് നിന്ന് പണിയെടുക്കുന്നത്. അവർ കുഴഞ്ഞു വീണ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ച് എന്ത് ചെയ്യും? ഇവർക്കൊക്കെ ഇതിനൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലേ? ഇവിടെ ഈ ഹെൽത്ത് സംവിധാനങ്ങളും ഹെൽത്ത് ഉദ്യോഗസ്ഥരും ഒക്കെ എന്ത് മാങ്ങ പൊഴിഞ്ഞിരിക്കുന്നു. ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു സംഗതിയില്ലേ? ഇത് തീർച്ചയായിട്ടും ഇപ്പറഞ്ഞ പരിപാടികൾ ചാലക്കുടി നഗരസഭയിൽ എന്തും എങ്ങനെ ഏത് രീതിയിലാവാന്നാണ് ചിന്തിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ച ചെയ്യുന്നതിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം നഗരസഭാ ചെയർപേഴ്സൺ ഉണ്ട്. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെ വന്നു തീർന്നിട്ട് ഏതെങ്കിലും ഡയലോഗുകൾ അടിക്കണമെങ്കിൽ അവരൊക്കെ ആ രീതിയിൽ കാണാനായിട്ടുള്ള സംഗതികൾ വേണം. തൊഴിലാളികളെ ഇതുപോലെ രീതിയിൽ കഷ്ടപ്പെടുത്തുകയും അവരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും അവരെ ആരോഗ്യത്തിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്കൊക്കെ തള്ളിവിടുന്നത് ഇതൊന്നും ശരിയല്ല. ജീവിതത്തിൽ പഠിക്കാനായിട്ട് പല കാര്യങ്ങളുണ്ട്. നമ്മൾ വന്ന വഴി മറക്കരുത്. എനിക്കതേ പറയാനുള്ളൂ, വന്ന വഴി മറക്കരുത്. ഈ കാറും സംഗതികളൊക്കെ AC കാറൊക്കെ പെട്ടെന്ന് പോവും, പുതിയ ആളുകൾ വരും. ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു ഈ വിഷയത്തിലെടുക്കുന്ന നിരുത്തരവാദപരമായ സമീപനം, അവർക്ക് ഈ ഉദ്ഘാടന പരിപാടികളൊക്കെ വന്നു പോകാന്നുള്ള മാത്രം ഒരു സംഗതിയായിട്ട് വിമർശനങ്ങൾ പറയുന്ന ആളുകളിൽ അവർക്ക് ഏതാണ്ട് എനിക്കൊരു തേങ്ങയില്ല. ഞാനിത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഈ തൊഴിലാളികളുടെ കാര്യത്തിൽ അന്ന് കൗൺസിലിൽ ഈ വിവരം ഉന്നയിച്ചപ്പോൾ അതിൽ തീരുമാനം എടുക്കേണ്ടായിരുന്നു. യാതൊരുവിധ ഇടപെടലും ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും LDF-ന്റെ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി. ഇപ്പോൾ തൊഴിലാളികൾ ആവശ്യപ്പെട്ട രീതിയിലുള്ള സമയക്രമത്തിലേക്ക് മാറേണ്ടി വന്നു. ഇങ്ങനെയുള്ള ഒരു ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നഗരസഭാ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട്. അത് കളഞ്ഞു കുളിക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ പാവപ്പെട്ട തൊഴിലാളികൾ വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് ഇവിടെ ജോലി ചെയ്യുന്ന കാര്യം നമുക്ക് അറിയാം. ഈ തൊഴിലാളികളെ പീഡിപ്പിക്കുകയാണ്, ചൂഷണം ചെയ്യാണ്. വേറെ ഒരു തദ്ദേശ ഭവന സ്ഥാപനങ്ങളിലും ഇങ്ങനെ കാലത്ത് 7 മണിക്ക് പണിക്കിറങ്ങിയാൽ അല്ലെങ്കിൽ 6 മണിക്ക് പണിക്കിറങ്ങിയാൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ അല്ലെങ്കിൽ 4 മണി വരെ 4 മണി ചോദിച്ചു 4 മണി വരെ ജോലി ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇത് മാർച്ച് മാസമാണ്. നമുക്കറിയാം ഇത് മാർച്ച് മാസമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലകളൊന്ന് പാലക്കാടും 2 തൃശ്ശൂർ ജില്ലയാണ്. ആ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികളെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഫെബ്രുവരി മാസം സർക്കാരിന്റെ ഓർഡർ വന്നിട്ട് ഈ മാർച്ച് മാസം 17-ാം തീയതി ഞങ്ങളൊക്കെ ഇവിടെ വന്ന് കുത്തിയിരുന്ന് സമരം ചെയ്യേണ്ട പോലെ വർത്തമാനം പറയേണ്ടി വന്നപ്പോഴാണ് ബന്ധപ്പെട്ട അധികാരികൾ കണ്ണു തുറന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ തർക്കിക്കേണ്ടി വരുന്നതിന്റെ കാരണം ഇതായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഹെൽത്ത് സൂപ്രണ്ട് പറഞ്ഞ കാര്യം സ്വാഗതാർഹമാണ്. അത് നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.